ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് നമ്മൾ. ഫസ്റ്റ് വൺ റിപ്പോർട്ടർ എക്സൈസ് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി. അജിത് കുമാറിന്റെ പകരം ചുമതല ഉടൻ തീരുമാനിക്കും. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. വീണ്ടും വാർത്തകൾ MR അജിത് കുമാർ. അത് തീർച്ചയായിട്ടും 2014 കേഡർ നിയമനങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എക്സൈസ് കമ്മീഷണർ പദവിയിലേക്ക് MR അജിത് കുമാറിനെ നിയമിച്ചത് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നേരത്തെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് എക്സൈസ് കമ്മീഷണർ തസ്തികയിൽ IAS ഇതര കേഡർ ഉദ്യോഗസ്ഥർ, അതായത് IAS അല്ലാതെ മറ്റ് ഒരു തരത്തിലുള്ള പദവികളും വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കരുത് എന്നുള്ളതായിരുന്നു. അപ്പോൾ IPS ഉദ്യോഗസ്ഥനായ അജിത് കുമാറിനെ നിയമിച്ചത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. അതനുസരിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പകരം ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചിട്ടില്ല. കാരണം ഇനിയിപ്പോൾ അവിടെ വരേണ്ടത് IAS ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു നിയമനം നടക്കുന്നതുവരെ അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്കായിരിക്കും എക്സൈസ് കമ്മീഷണറുടെ ചുമതല വഹിക്കേണ്ടി വരിക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഉത്തരവായിരുന്നു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നുള്ളതാണ്. 2014 കേഡർ നിയമനങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ളതായിരുന്നു ട്രിബ്യൂണലിന്റെ ഉത്തരവ്. B അശോകിനെ മാറ്റിയത് ഉൾപ്പെടെയുള്ള 3 സ്ഥലം മാറ്റ ഉത്തരവുകൾ റദ്ദാക്കിക്കൊണ്ടായിരുന്നു അന്ന് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് അജിത് കുമാറിന്റെ നിയമനം എന്ന് പറയുന്നത്. ഒപ്പം തന്നെയായിരുന്നു കില, IMG ഡയറക്ടർ സ്ഥാനങ്ങൾ. ഇവയെല്ലാം തന്നെ IAS തസ്തികകളാണ്. IAS തസ്തികകളിൽ IPS ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെയോ നിയമിക്കാൻ പാടില്ല. അത് ചട്ടലംഘനമാണ് എന്നുള്ളതായിരുന്നു കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചട്ടലംഘനം നടത്തിയിട്ടുള്ള ഒരു നിയമനം അതായിരുന്നു അജിത് കുമാറിൻ്റെത്. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത് ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അജിത് കുമാറിനെ ഈ പോലീസിൽ നിന്ന്, അതായത് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റിക്കൊണ്ട് എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് നേരത്തെ സർക്കാർ അവരോധിച്ചത്. അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണർ ആക്കിയത്. അതിനു മുൻപും ഒരു തവണ എക്സൈസ് കമ്മീഷണർ ആക്കിയിരുന്നു. പക്ഷേ ആ ഉത്തരവ് ഒരാഴ്ചയ്ക്ക് ശേഷം പിൻവലിക്കുകയായിരുന്നു. MR അജിത് കുമാർ സംസ്ഥാന സർക്കാരിനും പോലീസ് സംവിധാനത്തിനും നിരന്തരമായി ഇത്തരത്തിൽ നടപടിയോ അല്ലാതെയുള്ള സ്ഥലമാറ്റങ്ങളോ ഒക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും അതിൽ ഇനിയിപ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണേണ്ടത് പോലീസിലേക്ക് അജിത് കുമാറിനെ തിരികെ കൊണ്ടുവരുമോ എന്നുള്ളതാണ്. കാരണം ADGP തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുമ്പോൾ അവിടെ പിന്നെയുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഒന്ന് പോലീസാണ്, മറ്റൊന്ന് വിജിലൻസ് ആണ്. ഇത് രണ്ടുമല്ലെങ്കിൽ ഗതാഗത കമ്മീഷണർ അടക്കമുള്ള ചില പോസ്റ്റുകൾ, വളരെ അപൂർവം ചില പോസ്റ്റുകൾ മാത്രമാണ് ഇതിനകത്ത് ഇനി ബാക്കിയുള്ളത്. അതിൽ ഏതിലേക്കാണ് അജിത് കുമാറിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടത്. പോലീസിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ ഇലക്ഷൻ സമയത്ത്, തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടത്. അതിന് എടുത്തു പറയേണ്ട കാരണം മുൻപ് തൃശൂർ പൂരം അടക്കമുള്ള വിവാദങ്ങളിൽ അജിത് കുമാറിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. അതിൽ CPI വലിയ രീതിയിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടി വൈകുന്നതിലും CPI എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ CPI ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ സർക്കാർ തീരുമാനമെടുത്താൽ അതിനോട് പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മണിക്കൂറുകളിൽ സംഭവിക്കാനുണ്ട്. എന്തായാലും അജിത് കുമാറിന്റെ അടുത്ത പോസ്റ്റിംഗ് എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വലിയൊരു ചോദ്യചിഹ്നം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് അജിത് കുമാർ പോലീസിലേക്ക് തിരികെ വരാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതായി ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിരന്തരം കയറിയിറങ്ങുന്നതും പോലീസിലേക്ക് തിരികെ വരാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതായും ഒക്കെ. കാരണം ക്രൈംബ്രാഞ്ചിന്റെ തലപ്പത്തും ഒപ്പം തന്നെ ലോ ആൻഡ് ഓർഡർ, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ പദവിയിലും ഇരുന്നിരുന്ന ഒറ്റ ഉദ്യോഗസ്ഥനാണ്, അതായത് H വെങ്കടേഷ് ആണ്. അപ്പോൾ 2 ചുമതലകൾ വഹിച്ചിരുന്ന H വെങ്കടേഷിനെ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അവിടെ അജിത് കുമാറിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ, ചില ആലോചനകളൊക്കെ നൽകിയത്. കേന്ദ്ര ട്രിബ്യൂണൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ്. പോലീസിൽ നിന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് എക്സൈസ് കമ്മീഷണറായിട്ടുള്ള ചുമതല നൽകുന്നത്. ഇപ്പോൾ അവിടെ നിന്നും നീക്കുകയാണ്. പുതിയ സ്ഥാനം എവിടെയാണെന്ന് അറിയണം. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് അതിൽ കൗതുകവുമുണ്ട്.